സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. ഇന്ന് അത്തരത്തിൽ സന്തോഷത്തോടെ കുക്ക് ചെയ്യുന്ന ഒരു ഐറ്റംസ് ആട്ടോ ഇത്. പക്ഷെ ഇത് എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ഒന്നല്ല കേട്ടോ, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ താത്ത തന്ന കേട്ടോ. അത് വേറൊന്നുമല്ല, ചേനപ്പൂവാണ് കേട്ടോ. ഈ ഒരു സംഭവം നമുക്ക് എന്നും കിട്ടുന്ന ഒരു സംഭവമൊന്നുമില്ല. വർഷത്തിലൊരിക്കൽ ചേന പൂടുന്ന ഈ ഒരു വേനൽക്കാലത്ത് മാത്രം കിട്ടുന്ന ഒരു സംഭവം, ഈ ഇടമഴ പെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന കേട്ടോ. അപ്പോൾ അതിന് ഞാൻ അതിനൊക്കെ മുറിച്ച് നന്നാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഞാൻ ചെറുപയർ പരിപ്പിലാണ് ഇത് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചെറുപയർ പരിപ്പ് കുതിർത്തതും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടെടുത്ത് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് വറ്റൽമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മളെ ഈ ഒരു എന്താ പറയുക പരിപ്പ് കുത്തിക്കാച്ചുക എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അതുപോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ സെറ്റാക്കി കേട്ടോ. ഇനി വെന്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് എരിവിനുള്ള പച്ചമുളകും ആ കുത്തിക്കാച്ചി ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക, ഒന്നും കൂടി കത്തിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പും വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങ അരച്ചതും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങ മാത്രമാണ്, ജീരകമൊന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടെടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല വെളിച്ചെണ്ണയിൽ ഇതുപോലെ കടുക് പൊട്ടിച്ച് വേണമെങ്കിൽ വറ്റൽമുളക് ഇട്ടോളി, ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ അതും ഇട്ട് ഇതുപോലെ മിക്സ് ആക്കുക. കുറച്ച് കറി ഞാൻ അപ്പുറത്തെ വീട്ടിലെ താത്തക്കും കൊടുത്തേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കണേ.